ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂർക്ക കറിയാണ്. നാളികേരം വറുത്തരച്ച ഒരു ഉഗ്രൻ കൂർക്ക കറി. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. 1 കപ്പ് നാളികേരം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചുള ചെറിയുള്ളി, 5 ചുള വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പില, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവയാണ് ഇൻഗ്രീഡിയൻസായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ മല്ലിപ്പൊടിക്ക് പകരം 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ 1/2 കിലോ കൂർക്ക വൃത്തിയാക്കി കഴുകി 1/2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുത്തി വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നാളികേരം വറുക്കാനായി ഒരു പാനിലേക്കോ ചീഞ്ചട്ടിയിലേക്കോ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും പെരിഞ്ചീരകവും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നാളികേരം മൂത്തു വന്നാൽ ഇനി എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഈ വറുത്തെടുത്ത നാളികേരം ചൂടാറിയാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഫൈനായി അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്കോ കുക്കറിലേക്കോ ഈ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരവും വേവിച്ചു വെച്ചിരിക്കുന്ന കൂർക്കയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. കറി നന്നായി തിളച്ചാൽ സ്റ്റവ് ഓഫ് ചെയ്ത് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു തട്ക പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകും കുറച്ച് വേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുത്ത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് എരിവ് പോരെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച ശേഷം മാത്രം കടുകിൻ്റെ ഒപ്പം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറിക്ക് കട്ടി കൂടുതലായി തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കറി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കൂർക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എന്തിന് പുട്ടിൻ്റെ ഒപ്പം പോലും കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.